ചാനൽ. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കളിക്കുന്നത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ്. അതായത് നമ്മളെ ഇന്ത്യൻ GTA 5 എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. ഇത് ഞാൻ വലുതായിട്ട് അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവരും ഒക്കെ അറിയാവുന്ന ഒരു ഗെയിം തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് പുതിയ അപ്ഡേറ്റിൽ വന്ന ഈ മോഡിൽ എടുക്കാൻ പറ്റുന്ന കാറുണ്ടല്ലോ, അതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഒക്കെ വരുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. പിന്നെ മോഡൊക്കെ ഒരുപാടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ AG ഫൺ ഗെയിമിങ്ങിൻ്റെ ഞാൻ കുറേ മോഡ് ഡിസ്ക്രിപ്ഷനിൽ കിടന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അടിച്ച് ഇതിനകത്ത് കയറ്റിയിട്ട് കുറേ സാധനം ഇതിനകത്ത് കിടപ്പുണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ ഇതിനകത്ത് JCB ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ JCB ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിന്ന് മണ്ണൊക്കെ വാരി എറിയൂടെ. വെള്ളത്തിലിറക്കിയിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ഒന്നുമില്ല ഗൈസ്, മുങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒന്നുമില്ല, ഒരു ബോഡി പാർട്ട് പോലും ഇല്ല. എൻജിൻ വെളിയിൽ കാണുന്നു, കണ്ടില്ലേ? എൻജിൻ വരെ വെളിയിൽ കാണുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ നിർത്തുകയാണ്. എന്നിട്ട് അടുത്ത നമ്മൾ കാത്തിരുന്ന സാധനം നമ്മൾ എടുക്കാം. അതായത് നമുക്ക് JCB ആണ് എടുക്കാൻ പോണത്. JCB എവിടെ? JCB എൻ്റെ നമ്പർ 6677. വീണ്ടും പരസ്യം. ഇത് കൊള്ളാമല്ലോ, നല്ല പരസ്യം. ഓക്കെ, ഒരുപാടെണ്ണം അതിനൊക്കെ ഒന്ന് തള്ളിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളെ JCB ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊന്ന് കയറി നോക്കാം. ഈ സാധനമൊക്കെ അനങ്ങോട് കൂടെ ചുമ്മാടാ, ഇത് മൊത്തം അനങ്ങും. ഈ സാധനം എല്ലാത്തിൻ്റെയും കൺട്രോളുണ്ട്. ഇതാ നമ്മൾ തറയിൽ നിൽക്കുന്നില്ല, ഇതൊക്കെ ഇങ്ങോട്ട് അനങ്ങുന്നു. ഈ സാധനം സത്യത്തിലുള്ള JCBയിലുണ്ടാടേ. ഇതിങ്ങനെ അനങ്ങുമോ? സാധാരണ സത്യത്തിലുള്ള JCB ഇങ്ങനെ അനങ്ങുമെന്ന് അറിയില്ല. അറിയാവുന്ന കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് ഫ്രണ്ടിലത്തെ കൺട്രോളാണ്. ഇത് മാറാൻ കൊണ്ടി. ഓക്കെ, ഇങ്ങനെ പൊങ്ങാണ്. ഓക്കെ, പിന്നെ താഴത്തെ ഇതൊക്കെ നമുക്ക് താഴത്തെയും പൊക്കെയൊക്കെ ചെയ്യാം. അതിനുള്ളത് ഓക്കെ, അത് വെച്ചിട്ടൊക്കെ റിയലായിട്ട് അങ്ങനെ പൊങ്ങാൻ പറ്റില്ലേ? സത്യം, ഇത് അത് വെച്ചിട്ട് റിയലായിട്ട് ഇങ്ങനെ പൊങ്ങാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇതിനകത്തും അതേപോലെ പൊങ്ങാൻ പറ്റും. അതൊക്കെ ഫുള്ളങ്ങ് നീട്ടി അങ്ങ് വെച്ചാലോ, നീട്ടി അങ്ങ് വയ്ക്കാം. ഉയ്യോ, എന്തോന്നില്ല, നമ്മൾ ആകാശത്തെത്തി. മഴവില്ല. താത്തിക്ക. ഓക്കെ, ഇതെല്ലാം നമുക്ക് താത്തിയിട്ട് നമുക്കതൊന്ന് ഓടിച്ച് നോക്കാം.
ഇവിടെ നമ്മളെ ഈ സാധനങ്ങളെ പറഞ്ഞു ഇത് വാരാൻ പറ്റൂടെ? ഇത് വാരി എടുക്കാൻ പറ്റുമോ? ഇത് വാരി എടുക്കാൻ പറ്റൂല. ഇത് JCB അത്രയുണ്ട്. അതൊക്കെ ആണെങ്കിൽ ഈ വണ്ടി എടുത്ത് വാരാം. ആണാ ആണാ വാരട്ട്. വണ്ടി മറിച്ചിട്ട് ഓക്കെ. വണ്ടിയെല്ലാം കുത്തി മറിച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോയാ ഇല്ല കാണോടാ. ഇതിനകത്തൊരു ലിഫ്റ്റ് ചോദിച്ചു നോക്കാം. ഓക്കെ ഇപ്പൊക്കെ കൊണ്ടുപോകത്തില്ല. ഭയങ്കര ചാട. ഇതിനകത്ത് ഇത്ര സ്പീഡേ ഉള്ള ആളാ? നമുക്കൊരു ഐഡിയ. എടുപ്പിച്ചോ സാധിക്കോ? ഓ മോനെ എന്തൊരു സ്പീഡ്! നമ്മളിവിടെ എയർപോർട്ടാണെന്ന് തോന്നുന്നു. എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടെ എത്തിയിട്ട് ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ വണ്ടി എടുക്കാം നമുക്ക്. അയ്യോ ഓക്കെ. നമുക്ക് JCBന്ന് ഇറങ്ങാം. JCBന്ന് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി എടുക്കാം. അടുത്ത വണ്ടി ഏതാണ്? അടുത്ത നമ്മളെ മോഡ് വണ്ടി എടുക്കാം. മോഡ് ഒമ്നി. നമ്മൾ ഒമ്നി എടുത്ത് ഓക്കെ. നമ്മൾ ഒമ്നി എടുത്തിട്ട് നേരെ നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം. പിന്നെ ഇതിനകത്ത് ഓട്ടോറിക്ഷ ഉണ്ട്. അത് ഞാൻ ഏതൊക്കെയോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷയും എടുക്കാം. കൊള്ളാലോ ഒമ്നി. ഓടിച്ചാൽ മതി. എന്താ ബ്രേക്ക് കൂടി അങ്ങോട്ട്. പിള്ളേരും എല്ലാം ഉണ്ടാവും ഇതിനകത്ത്. കാരണം ഇത് പിള്ളേരെ തട്ടിക്കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. പിള്ളേരൊക്കെ ഇതിനെ കണ്ട ഓടും. പിന്നെ ഇതെന്തായിരുന്നു? ഇത് അടുത്തത് രണ്ടടിച്ചാൽ ഇത് വരും. ഒന്നടിച്ചാൽ റോക്കി ബോയുടെ ബൈക്ക് വരും. പിന്നെ 8370 അടിച്ചാൽ ഓട്ടോറിക്ഷ വരും. അതായത് നമുക്ക് റോക്കി ബോയുടെ ബൈക്ക് തന്നെ എടുക്കാം. സൗദാം റോക്കി ബോയ്. ഓക്കെ. ഇതെടുത്തിട്ട് പോവാം. ഫ്രണ്ട് അങ്ങോട്ട് പൊക്കങ്ങോട്ട്. ഫ്രണ്ട് നോക്കിയാൽ മതി. വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് അല്ല, വിമാനത്തിൻ്റെ എഞ്ചിനെ കൊണ്ടിരുന്നതിനപ്പോൾ തല. അതിൻ്റെ അടിയിൽ കൂടെ പോയിട്ടുണ്ട്. നമ്മളെ ലംബോർഗിനിയുടെ വരവാണ്. ഇനി ലംബോർഗിനി ഓടിച്ചോണ്ട് പോകാം നമുക്ക്. അയ്യോ
നേരത്തെ ആരാ പറഞ്ഞത് ചാടാൻ? അത് നിർത്തിയിട്ട് ഓടിയാൽ പോരെ. അങ്ങനെ ഒറ്റയടി എടുത്ത് ചാടിക്കളഞ്ഞു. നമ്മൾ ഓട്ടോറിക്ഷ ആരെ എടുത്തോണ്ട് ഒരു കാര്യം ഞാൻ. അപ്പോൾ ഓട്ടോറിക്ഷ തന്നെ ആദ്യം ഓടിക്കാം. 8370. മഹാരാഷ്ട്ര 47B 8789. ഓ, നല്ല നമ്പർ പ്ലേറ്റ്. ഫ്രണ്ട് അവിടെ. ആഹാ, ഇത് ഓട്ടോറിക്ഷ മറിയോടെ. ഇത് പിച്ചാച്ചി കിടക്കുന്നു. ഒരു കാലെടുത്ത് നോക്കി, മറ്റൊരു കാലെടുത്ത് നോക്കി, മറ്റേ കാലെടുത്ത് നോക്കി, ഈ കാലെടുത്ത് നോക്കി, ഈ കാലെടുത്ത് നോക്കി, ആ കാലെടുത്ത് നോക്കി, ഈ കാല് ആ കാല്, ഈ കാല് ആ കാല്. അതറിയേ ഇനി നമുക്ക് ലംബോർഗിനി ഓടിക്കാം ഗൈസ്. നോക്കിക്കാണ് ഈ ലംബോർഗിനി വരെ അവർ എഡിറ്റ് ചെയ്ത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആക്കിയാണ് ചെയ്യുന്നത്. ഇതോന്നടേ ഇത് നല്ല സ്പീഡുണ്ട് ഗൈസ്. വിമാനം ചെറുതായിട്ടൊന്ന് തട്ടി കേട്ടോ. കത്തുന്നു നിന്ന്. പോലീസ് വരും. പോലീസ് ഉദാഹരണം ആയിരുന്നു. അതായിരുന്നു കുഴപ്പമില്ല. അതുകൂടെ പോലീസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോഴും ഒരു ഡോറ് തുറന്നു പോയാ അതെന്തോ ഞാൻ പറ്റാവും. എന്തോ ലംബോർഗിനി പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു സാധനം ഓടിക്കാം. 400. എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ZX 10R. എന്തോന്നല്ലേ കയറാനും പറ്റത്തില്ല പുല്ല്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ഇടുന്നതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും ഗെയിം പ്ലേ വേറെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.